ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എണ്ണയില്ലാത്ത ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണയാണെന്ന് വിചാരിച്ച് ആരും ഇനി കഴിക്കാതിരിക്കേണ്ട, ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. ഇത് 2 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. രണ്ട് വെള്ളത്തിൽ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് 4 മണിക്കൂർ കുതിരാൻ മാറ്റി വയ്ക്കുക. 4-5 മണിക്കൂർ കുതിർന്നാലും കുഴപ്പമൊന്നുമില്ല. നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. അരിയൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അരി. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിത് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഏത് പച്ചരി ആയാലും മതി കേട്ടോ. ഒരു പാത്രം അടുപ്പേ വെച്ച് 6 പീസ് ശർക്കരയാണ് ഇട്ടിട്ടുണ്ട്. മധുരം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. എനിക്ക് കുറച്ച് മധുരം കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഇത് കറക്റ്റായിരിക്കും. അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് കത്തിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. ഒന്ന് ഇളക്കി വേണം നമ്മളിതൊന്ന് ഉരുക്കിയെടുക്കാൻ. ശർക്കരയൊക്കെ നല്ലപോലെ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ഒരു ജാറിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി. ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചെറിയ ചൂടോടെ നമുക്ക് അരിച്ചൊഴിക്കാം. കൈയിട്ട് പൊള്ളരുത് ആ ചൂടിൽ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. അരിയും ശർക്കരയും കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെയിം ജാറിലേക്ക് 3 ചെറുപഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാളയംകോടൻ പഴം കിട്ടുമെങ്കിൽ അത് തന്നെ ചേർക്കുക. എനിക്കിവിടെ കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ പഴമാണ് കിട്ടിയത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് അരച്ചു കൊണ്ടുവരാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചു കൊണ്ടുവരാം. പഴം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയുടെ കൂടെ പഴവും വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് ചേർക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുക. അതിനൊരു പാത്രം വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, അവിടെ ഇത്രയൊക്കെ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഇതെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊപ്ര ഇതുപോലെ എടുത്തിട്ട് മൂപ്പിച്ച് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ മൂപ്പിക്കണം. തേങ്ങാക്കൊത്തെല്ലാം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഈ എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് ഇതിലേട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് ചൂടായിക്കോട്ടെ. എള്ളും ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിനി ഇറക്കാം. തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എള്ളും തേങ്ങാക്കൊത്തും കൂടെ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക.
ബേക്കിംഗ് സോഡ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കും. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലായിടും ആവുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കാം. കൺസിസ്റ്റൻസിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇളക്കി എടുക്കട്ടെ. കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ. ഇത്ര ലൂസ് വേണം. ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിൽ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ ഈ പലഹാരം. ഇത് ചട്ടിയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ചേർക്കുക. മാവ് നമ്മൾ എപ്പോഴും ഗ്ലാസ്സിനകത്ത് ഒഴിച്ചാൽ ഇവിടെ എങ്ങും വീഴാതെ നമുക്കിത് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. തവി കൊണ്ട് വേണമെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ തവി കൊണ്ട് ഒഴിക്കുക. ഞാനിതിപ്പോൾ കുട്ടികൾ ചെയ്യുവാണെങ്കിലോ കുട്ടികൾക്കാണെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഗ്ലാസ്സിൽ തന്നെ കാണിക്കുന്നത്. 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. അതായത് ഇത് പൊങ്ങി വരും. ഇതിൽ കൂടുതൽ എണ്ണയോ നെയ്യോ കൂടുതൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിത് കമത്തി മൂടി വേവിച്ചെടുക്കുകയാണ്. ലോ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് കമത്തി മൂടാം. കൂടുതൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് തുറക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഈ മധ്യഭാഗത്തിരിക്കുന്നത് നമുക്ക് നടുക്കിരിക്കുന്നത് നമുക്ക് ഇനി തിരിച്ചിടാം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അവിടെ തീ കൂടുതലില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കരിയാവും. ഇതെൻ്റെ പഴയ ഒരു ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ. കുറേ വർഷങ്ങളായ ഒരു ഇരുമ്പിൻ്റെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയായത്. തിരിച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എടുക്കാം. ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിക്കാം. ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സൂപ്പർ ഉണ്ണിയപ്പമാണ്. ഇതിന് കൂടുതൽ എണ്ണയോ നെയ്യോ, വളരെ കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് തയ്യാറാക്കിയതാണ്. ഒരെണ്ണത്തിന് നമുക്ക് 10 എണ്ണം വേണമെങ്കിലും കഴിക്കാം. ഈ മഴക്കാലത്ത് കുട്ടികൾക്കെല്ലാം തയ്യാറാക്കി കൊടുക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.